അടുത്തത് വാട്ടർ സപ്ലൈ. സി ദ എമൗണ്ട് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദ 4 days ഓഫ് മാത്ത് ഫെസ്റ്റ്. മാത്ത് ഫെസ്റ്റിൻ്റെ 4 ദിവസം വിതരണം ചെയ്ത് കുടിവെള്ളത്തിൻ്റെ അളവ് കാണാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4. വാട്ടർ ആയതുകൊണ്ട് ലിറ്റേഴ്സിലല്ലേ കാണിക്കുക, എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് സപ്ലൈ ചെയ്തിരിക്കുകയെന്ന് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ 437 ലിറ്റേഴ്സാണ്, സെക്കൻഡ് ഡേ 524, തേർഡ് ഡേ 581, ഫോർത്ത് ഡേ 448. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈ ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 days ഈസ് ഡാഷ് ലിറ്റേഴ്സ്. അതായത് ആദ്യത്തെ 2 ദിവസം സപ്ലൈ ചെയ്ത് വെള്ളത്തിൻ്റെ അളവ് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ കൊടുത്തത് എത്രയാണ്? 437 ആണ്. സെക്കൻഡ് ഡേയിൽ 524. അപ്പോൾ ഫസ്റ്റ് 2 ദിവസത്തിൻ്റെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 437 പ്ലസ് 524 ചെയ്യണം. ആഡ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് 7ഉം 4ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 11 എന്ന് കിട്ടും അല്ലേ. അതിൽ 10 നമ്മൾ 10s പ്ലേസിലോട്ട് ഇടണം അല്ലേ. അപ്പോൾ 1 എന്ന് മുകളിൽ എഴുതുക. അപ്പോൾ എത്രയാണ് വരിക? 3ഉം 1ഉം 4, 4ൻ്റെ കൂടെ 2ഉം കൂടി വന്നാൽ 6 വരും. ബാക്കി 4ഉം 5ഉം 100s പ്ലേസിൽ 4ഉം 5ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 9 വരും അല്ലേ. അപ്പോൾ എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്? 961 ലിറ്റേഴ്സ് ആണല്ലേ. അതവിടെ ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈ ഡ്യൂറിങ് ദ ലാസ്റ്റ് 2 days ഈസ് ഡാഷ് ലിറ്റേഴ്സ്. അതായത് ലാസ്റ്റ് 2 ദിവസം സപ്ലൈ ചെയ്ത് വെള്ളത്തിൻ്റെ മൊത്തം അളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3rd ഡേയും 4th ഡേയും ആണ് അല്ലേ. അപ്പോൾ 3rd ഡേ സപ്ലൈ ചെയ്ത് 581, 4th ഡേയിൽ 448. രണ്ടും കൂടി ടോട്ടൽ ചെയ്യണ്ടേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 1s പ്ലേസിൽ ആഡ് ചെയ്യൂ. 8ഉം 1ഉം 9 അല്ലേ. ദെൻ 10s പ്ലേസിലുള്ളത് ആഡ് ചെയ്യൂ. 8ഉം 4ഉം ആണ്. അപ്പോൾ എത്രയാണ് വരിക? 12 വരും അല്ലേ. അപ്പോൾ നമ്മൾ 2 അവിടെ എഴുതിയിട്ട് 1 100s പ്ലേസിലോട്ട് ഇടണം. അപ്പോൾ എത്രയാണ്? ഫസ്റ്റ് 5ഉം 4ഉം കൂടി ആഡ് ചെയ്യൂ. എത്രയാണ് വരിക? 9 വരും. പിന്നെ +1 അല്ലേ. അപ്പോൾ എത്രയാണ്? 10 അല്ലേ. 10 എന്ന് ടോട്ടൽ ചെയ്ത്. അപ്പോൾ മൊത്തം ടോട്ടൽ ലിറ്റേഴ്സ് എത്രയാണ്? 1029. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ 1029 എന്ന് എഴുതുക. നെക്സ്റ്റ് നോക്കൂ. ഹൗ മച്ച് വാട്ടർ വാസ് സപ്ലൈഡ് ഫോർ ഓൾ ദ 4 days. അതായത് 4 ദിവസം സപ്ലൈ ചെയ്ത് വെള്ളത്തിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 ദിവസത്തെയും കൂടി നമ്മൾ ടോട്ടൽ ചെയ്യണം. 437 പ്ലസ് 524 പ്ലസ് 581 പ്ലസ് 448 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഫസ്റ്റും സെക്കൻഡിൻ്റെയും നമ്മൾ ആഡ് ചെയ്ത് കണ്ടെത്തിയിരുന്നു. എത്രയാണ്? 961 കണ്ടിരുന്നു. ദെൻ ലാസ്റ്റ് ഡേയ്സിലെന്ന് പറയുമ്പോൾ 3ൻ്റെയും 4ൻ്റെയും നമ്മൾ ആഡ് ചെയ്തിട്ട് 1029 എന്ന് നമുക്ക് കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 days കൂടി ആഡ് ചെയ്യാനായിട്ട് 961 പ്ലസ് 1029 ആഡ് ചെയ്താൽ മതിയില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 1s പ്ലേസിൽ 9ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1s പ്ലേസിൽ 9ഉം 1ഉം ആഡ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടൂലേ. 0 അവിടെ എഴുതിയിട്ട് നമ്മളതിലെ 1 നമ്മൾ എന്ത് ചെയ്യണം? 10s പ്ലേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 6 ഉണ്ട് 10s പ്ലേസിൽ, 2 ഉണ്ട്. 6 + 2 എത്രയാണ്? 8 ആണ്. 8ൻ്റെ കൂടെ ഒരു 1ഉം കൂടി വന്നാൽ 9 എന്ന് അവിടെ എഴുതുക. നെക്സ്റ്റ് 100s പ്ലേസിൽ 9ഉം 0 ആണ് അല്ലേ. അപ്പോൾ 9 + 0 എത്രയാണ്? 9 അല്ലേ. 9 എന്ന് എഴുതുക. നെക്സ്റ്റ് 1000s പ്ലേസിൽ നമുക്ക് 1 ആണല്ലേ. 1 എന്ന് ഇറക്കിയിടുക അല്ലേ. അപ്പോൾ മൊത്തം ടോട്ടൽ എത്രയാണ് വരിക? 1990 എന്നാണ് ആൻസർ വരിക. അതവിടെ എഴുതുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 281 കിഡ്സ് ഫ്രം കതിരണി സ്കൂൾ ആൻഡ് 348 കിഡ്സ് ഫ്രം ആറാണി സ്കൂൾ വിസിറ്റഡ് ദ മാത്ത് ഫെസ്റ്റ്. ഹൗ മെനി ഇൻ ഓൾ? മാത്ത് ഫെസ്റ്റിൽ വിസിറ്റ് ചെയ്യാനായിട്ട് കതിരണി സ്കൂളിൽ നിന്ന് 281 കിഡ്സും വന്നു. അതുപോലെ തന്നെ ആറാണി സ്കൂളിൽ നിന്ന് 348 കിഡ്സും വന്നു. ഹൗ മെനി ഇൻ ഓൾ? ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. 281 പ്ലസ് 348 ആഡ് ചെയ്യണം. എത്ര കിട്ടും നിങ്ങൾക്ക് നോക്കുക. 629 എന്ന് ആൻസർ കിട്ടും. അതവിടെ എഴുതുക. സ്റ്റാൾ 7 വേൾഡ് ഓഫ് പാറ്റേൺസ്. പാറ്റേണുകളുടെ ലോകം എന്നാണ് കേട്ടോ. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ പാറ്റേൺസ് ഓൺ ദ വാൾസ് ഓഫ് ദ എക്സിബിഷൻ ഹാൾ. അതായത് എക്സിബിഷൻ ഹാളിലെ വാളുകളിൽ നിങ്ങളുടേതായ പാറ്റേൺസ് എഴുതാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. എന്താണ്? 111 പ്ലസ് 111 222 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ 222 പ്ലസ് 222 അപ്പോൾ എത്രയാണ് വരിക? 444 എന്ന് വരുമല്ലോ. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. എന്താ ചെയ്യേണ്ടത്? 333 പ്ലസ് 333 എത്രയാണ് വരിക? 666 എന്ന് വരും. ദെൻ 444 പ്ലസ് 444 എത്രയാണ് വരിക? 888 എന്ന് വരും. 555 പ്ലസ് 555 എത്രയാണ് വരിക?
110 എന്ന് വരും. ദെൻ 666 പ്ലസ് 666 1332 എന്ന ആൻസർ വരും. ദെൻ 777 പ്ലസ് 777 1554 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് 888 പ്ലസ് 888 1776. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 999 പ്ലസ് 999 എത്രയാണ് വരിക? 1998 എന്ന് എഴുതുക. അടുത്ത് നോക്കൂ, പാറ്റേണുകൾ നോക്കൂ. 100 പ്ലസ് 10 പ്ലസ് 1 അല്ലേ, 100ൻ്റെ കൂടെ 10 പിന്നെ 1, അപ്പോൾ 111. നെക്സ്റ്റ് നോക്കൂ, 200 പ്ലസ് 20 പ്ലസ് 2 ആണ്, അപ്പോൾ എത്രയാണ്? 222. അപ്പോൾ അടുത്ത പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 300 പ്ലസ് 30 പ്ലസ് 3 ആണ് അല്ലേ, 333. നെക്സ്റ്റ് 400 പ്ലസ് 40 പ്ലസ് 4 444. നെക്സ്റ്റ് 500 പ്ലസ് 50 പ്ലസ് 5 555. നെക്സ്റ്റ് 600 പ്ലസ് 60 പ്ലസ് 6 666. നെക്സ്റ്റ് 700 പ്ലസ് 70 പ്ലസ് 7 777. 800 പ്ലസ് 80 പ്ലസ് 8 888. 900 പ്ലസ് 90 പ്ലസ് 9 999. ഇവിടെ ഒരു പാറ്റേൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പാറ്റേൺ ഐ ഹാവ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ ഒരു പാറ്റേൺ എഴുതണം. ഇതിവിടെ കാണിച്ച പാറ്റേൺ പോലത്തെ പാറ്റേൺ വേണം കേട്ടോ. അപ്പോൾ എന്ത് എഴുതാം? 4 പ്ലസ് 6 10 ആണ്. 44 പ്ലസ് 56 100 ആണ്. 444 പ്ലസ് 556 1000 എന്ന് എഴുതാം. അല്ലെങ്കിൽ 9 പ്ലസ് 1 10 ആണ്. 90 പ്ലസ് 10 100 ആണ്. 900 പ്ലസ് 100 1000 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3 പ്ലസ് 7 10 ആണ്. 33 പ്ലസ് 67 100 എന്ന് എഴുതാം. 133 പ്ലസ് 667 1000. ഇങ്ങനെ ഏത് ടൈപ്പ് പാറ്റേണും നമുക്ക് എഴുതാം കേട്ടോ. ഓ ഗ്രീൻ, all visitors to the math fest are given saplings of fruit trees. മാത്ത് ഫെസ്റ്റിൽ വന്ന സന്ദർശകർക്ക് എല്ലാവർക്കും ഫ്രൂട്ട് ട്രീസിൻ്റെ തൈകൾ കൊടുത്തു. ഇവിടെ നമുക്ക് പ്ലാൻസ് ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ഡേയിൽ സെക്കൻഡ് ഡേയിൽ കൊടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്ലാൻസ് ഗിവൺ ഫസ്റ്റ് ഗൂസ്ബെറി അല്ലേ തന്നിരിക്കുന്നത്. ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ അറിയാലോ, നെല്ലിക്ക അല്ലേ, അറിയാലോ. ഫസ്റ്റ് ഡേയിൽ 238 കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡേയിൽ 241. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 238ഉം 241ഉം 479 എന്ന് ആൻസർ വരും. ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിവിടെ പറഞ്ഞു പോകണേ ഉള്ളൂ. നമ്മൾ അഡീഷൻ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, മാംഗോ ആണ് 138 ഫസ്റ്റ് ഡേയിൽ. സെക്കൻഡ് ഡേയിൽ 152. ടോട്ടൽ എത്ര വരും? 290 എന്ന് വരും. ജാക്ക് ഫ്രൂട്ട് 236 166 സെക്കൻഡ് ഡേയിൽ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 402 വരും. ഗുവ ഫസ്റ്റ് ഡേയിൽ 175, സെക്കൻഡ് ഡേയിൽ 246, ടോട്ടൽ 421 എന്ന് വരും. ഇനി എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദ മോസ്റ്റ്? ഏത് പ്ലാന്റാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്? നോക്കി നോക്കൂ, ഗൂസ്ബെറി അല്ലേ, ഗൂസ്ബെറി എന്ന് എഴുതാം. നെക്സ്റ്റ് ഹൗ മെനി മാംഗോ സാപ്ലിങ്സ് വർ ഗിവൺ? എത്ര മാംഗോ സാപ്ലിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്? 290 ആണ് അല്ലേ, 290 എന്ന് എഴുതാം. മേക്ക് എ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഇതുപോലെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് എഴുതാം? വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദ ലീസ്റ്റ്? ഏറ്റവും കുറവ് പ്ലാന്റ് ഏതാണ് കൊടുത്തിരിക്കുന്നത്? ഏതാ? മാംഗോ അല്ലേ, മാംഗോ എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ഗുവ സാപ്ലിങ്സ് വർ ഗിവൺ? എത്ര ഗുവ സാപ്ലിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സ് വർ ഗിവൺ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ മെനി ഗൂസ്ബെറി സാപ്ലിങ്സ് വർ ഗിവൺ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.